ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. കുറച്ചു നേരം ഒരു മയക്കുണ്ടാവും, അതൊന്ന് കഴിയട്ടെ. ഡോക്ടറെ, അമ്മയ്ക്ക് തണുന്നു വരും. അമ്മയുടെ കണ്ടീഷൻ ഒരല്പം പ്രശ്നമാണല്ലോ കുട്ടി. കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേകിച്ച് ബന്ധുക്കളില്ല എന്ന് കുട്ടി തന്നെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുട്ടിയോട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഓൾറെഡി തങ്കത്തിന്റെ അവസ്ഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓപ്പറേഷന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചില്ലേ? ആലോചിച്ചു, പക്ഷെ പണത്തിന്റെ കാര്യം ഒത്തുവരാനുള്ളതുകൊണ്ട് തന്റെ അമ്മയുടെ ഈ കണ്ടീഷനിൽ സർജറി മാറ്റിവെക്കാൻ പറ്റില്ല. പണം ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല. ഐ ഡോണ്ട് നോ പിന്നെന്ത് സംഭവിക്കുമെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് എത്ര ചെലവ് വരുന്ന പറഞ്ഞേ? അറ്റ്ലീസ്റ്റ് ഒരു 10 lakh എങ്കിലും കരുതേണ്ടി വരും. പിന്നെ അമ്മയ്ക്കിപ്പോ ഒരു സ്കാനിങ് നടത്തണം. അത് കഴിഞ്ഞാലേ അമ്മയുടെ യഥാർത്ഥ അവസ്ഥ എനിക്ക് പറയാൻ പറ്റൂ. ഇവിടുത്തെ ബില്ലുകൾ കുറച്ച് പെൻഡിങ് ഉണ്ടല്ലേ? അത് ഞാനൊന്ന് ഡോക്ടറോട് സംസാരിച്ചിരുന്നു. ഞാനൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞതുകൊണ്ട് അവരത് മാറ്റിവെച്ചിരുന്നതാ. ആ ബില്ലുകളും ഇന്ന് ചെയ്യുന്ന സ്കാനിങ് ബില്ലുകളും ഇന്ന് തന്നെ പേ ചെയ്യേണ്ടി വരും. അമ്മ ഇന്ന് സ്കാനിങ്ങിന് കൊണ്ടുപോകണോ വേണ്ടേന്ന് കുട്ടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കുട്ടി പ്ലീസ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ, പക്ഷേ ഡോക്ടർ അമ്മയുടെ സ്കാനിങ് ഇന്ന് തന്നെ നടത്താൻ പറഞ്ഞോളൂ. പണം ഞാൻ ഇന്ന് തന്നെ അടച്ചോളാം. ഓക്കെ, എന്നാ കുട്ടി പോയിട്ട് വന്നോളൂ. ബാക്കിയൊക്കെ നടന്നോളൂ. അമ്മേ, എന്താ ഡോക്ടർ പറഞ്ഞേ? കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളും ഭേദമുണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ടാണോ ഞാൻ തലേം തരി വീണത്? എനിക്ക് ചാവാനുള്ള സമയമായോ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓരോരോ ചോദ്യങ്ങള്. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? വീട്ടിൽ കൊണ്ടുപോയിട്ട് ചില്ലിട്ട് വെക്കാനാ. ഡോക്ടർമാർ ഓരോ കാര്യങ്ങളും പറയുന്നത് എന്തിനാ? അത് അവർക്കല്ലേ അറിയൂ. നീ ശുണ്ടി എടുക്കല്ലേടി? ഇതുപോലത്തെ വർത്താനം പറഞ്ഞ ശുണ്ടി എടുക്കും. അല്ല പിന്നെ എന്റെ സിസ്റ്ററെ, ആശുപത്രി എന്ന് പറഞ്ഞാ പേടിയാ. ഒരു ചെറിയ അസുഖത്തിനെ പേടിച്ച് പേടിച്ച് പെരുപ്പിച്ച് ദാ ഇപ്പൊ ഈ കോലത്തിലായി. എനിക്ക് ആകെയുള്ള ഒരു മുതല. എന്നാ പിന്നെ സ്കാനിങ്ങിന് പോവാം. ആ, എനിക്കമ്മ. വണ്ടർഫുൾ. ടോട്ടല് 100 ഏക്കറാ. ഉടമയ്ക്ക് ഈ സ്ഥലത്തോട് വൈകാര്യമായ ഒരു റിലേഷൻ ഉണ്ട്. ഈ സ്ഥലത്താണ് അയാളുടെ അച്ഛനും അമ്മയും അടക്കം ചെയ്തിരിക്കുന്നത്. വാങ്ങിക്കുന്നവരാരായാലും അച്ഛനും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്തിന് മാന്യമായ ഒരു പരിഗണന ലഭിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. നമ്മുടെ ഡിസൈനേഴ്സിന്റെ അടുത്ത് ഈ പ്രോപ്പർട്ടിയിൽ ചെയ്യാവുന്ന റിസോർട്ടുകളുടെ ഡിസൈൻ ആരംഭിച്ചോളം പറയും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് സാർ. എന്താ? ഈ സ്ഥലം സിത്താരാമാം നോട്ടിട്ടുള്ളതാ. വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആവുമ്പോൾ ആർക്കും നോക്കാലോ മാണിക്കുഞ്ഞെ. അതല്ല സാർ, അവര് തമ്മിൽ ഏകദേശം ഒരു ഡീലായിട്ടുണ്ട്. സ്ഥലം വിറ്റുപോയോ ഇല്ലയോ അത് മാത്രമാണ് നമ്മുടെ ചോദ്യം. കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ നമ്മളത് വാങ്ങിക്കും. അതല്ല സാർ, തൊട്ടുമുമ്പ് സീതാരാമം ഏകദേശം പറഞ്ഞുറപ്പിച്ച ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിച്ചു. ഇക്കാര്യം കൂടി ആവർത്തിച്ച അവർക്ക് നമ്മളോട് ശത്രുത തോന്നൂലേ? വഴിയിൽ വീഴുന്നവരെ ഞാൻ നോക്കാറില്ല. അത് സിത്താര ശ്രീനിവാസനാകാം, മറിച്ച് വേറെ ഏതെങ്കിലും ഗ്രൂപ്പും ആവാം. പിന്നെ പക, വൈരാഗ്യം അങ്ങനെയുള്ളവർ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ലേ? വഴി തടയാൻ ശ്രമിച്ചിട്ടില്ലേ? അവർക്കെന്താ സംഭവിച്ചത്? എന്നേക്കുമായി അവർ ബിസിനസ് ലോകത്തിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്തു. താൻ ഞാൻ പറഞ്ഞത് ചെയ്യും മാണിക്കുഞ്ഞ്. ഈ സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നു, നമ്മളെ വാങ്ങിക്കുന്നുള്ളൂ. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ മോളെ. കോമ്പറ്റീഷൻ ആവുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അതിൽ കാര്യമൊന്നുമില്ല. ആ ദേ ഇത് കണ്ടു ഉദേട്ടാ, ഇന്നലത്തെ മത്സരത്തിൽ തോറ്റെന്നും പറഞ്ഞ് ഇന്നീ നേരമായിട്ട് ഇവളൊരു ഫുഡും കഴിച്ചിട്ടില്ല. അതെന്താ മോളെ, തോൽവിയും ജയവും ഒക്കെ ജീവിതത്തിൽ സാധാരണ ഉള്ളതല്ലേ? അല്ല, ഇന്നലെ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവൾക്ക് തോൽവി ഇല്ലാന്ന്. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ?
സർവവും തികഞ്ഞൊരു അമ്മയുണ്ട് അവൾക്ക്, സിത്താര ശ്രീനിവാസൻ. എനിക്കാരാ ഉള്ളത്? അച്ഛനെ കൊണ്ട് എന്തെങ്കിലും കഴിയോ? അമ്മയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുണ്ടോ? എന്റെ ഈ ജന്മം തന്നെ എന്റെ കുഴപ്പം. വെറും പാഴ് ജന്മം. ഓ, നീ ഒന്ന് മിണ്ടാതിരിക്ക കീർത്തി. ഇവിടെ എല്ലാരും അറിഞ്ഞാ അത് വലിയ നാണക്കേടാവോന്ന്. നീ ഒന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കൂ. എല്ലാവരും അറിയട്ടെ, ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല. നിരാഹാരം ഇരിക്കാൻ പോവാ. നിരാഹാരം ഇരിക്കാൻ എന്താ? ഇവിടെ സ്വാതന്ത്ര്യ സമരമെല്ലാം നടക്കുന്നു. ദേ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും പ്ലീസ്. അമ്മ എല്ലാവരോടും പറഞ്ഞു ഞാൻ നിരാഹാരമാണ്. ആര് നിർബന്ധിച്ചാലും ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. ഞാൻ ഇനി ഭക്ഷണം കഴിക്കണമെങ്കിൽ നവീൻ എന്റെ മുന്നിൽ വരണം. എന്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കണം. ഒറ്റയടിക്ക് ഇത്രയും വലിയ ലിസ്റ്റ് കൊടുക്കണോ മോളെ? ഓരോന്നോരോന്നായിട്ട് പറഞ്ഞാ പോരെ? അച്ഛനെ പോലെ അച്ഛൻ വീട്ടിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരാൾക്ക് ഇതല്ലാതെ വേറെ ഉപദേശം തരാൻ ഉണ്ടാവില്ലല്ലോ. ഇതെന്റെ തീരുമാനമാണമ്മേ. എന്നാ നീ ധൈര്യമായിട്ട് ചെന്നു. എങ്ങനെയെങ്കിലും നീ അവന്റെ മനസ്സിലൊന്ന് കേറി പറ്റിയാ മതി. ആ, ഈ വിവാഹം നടന്നിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മോള് റൂമിലേക്ക് ചെല്ല്. നിർമ്മലേ, നിന്റെ മോള് മിക്കവാറും പട്ടിണി കിടന്ന് ചാവുന്ന ലക്ഷണമാ കാണാൻ പോകുന്നത്. ഓ, ഇനി അവളുടെ വായിന്നല്ലോ കേൾക്കണോ? ഈ എന്തോന്ന് പ്രത്യേകിച്ച് കേൾക്കാൻ? പറയാനുള്ളതെല്ലാം അവൾ ഒറ്റ പാചകത്തിൽ എന്നോട് പറഞ്ഞിട്ട് പോയില്ലേ നിന്റെ മോള്? സുധാകരൻ സർ, ഈ നാട്ടിലെ ശരാശരി വിലയേക്കാൾ ഒരുപാട് മുകളില്ല സീതാരാമാം ഈ സ്ഥലത്തിന് പറഞ്ഞിരിക്കുന്ന തുക. എന്നിട്ടും താങ്കൾ എന്തുകൊണ്ടാ സെയിൽ ഉറപ്പിക്കാൻ താമസിക്കുന്നത്? എന്റെ അച്ഛന്റെ അമ്മയുടെ അസ്ഥിമാടമുള്ള സ്ഥലമാണ്. അതിനൊരു പോറല് പോലും പറ്റാതെ അത് പരിപാലിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ ഭൂമി ഞാൻ കൊടുക്കൂ. ഈ ഭൂമി വാങ്ങിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവില്ലേ? അല്ലാതെ ഇവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് തുടങ്ങുമ്പോ അതിന്റെ മുമ്പിൽ 2 അസ്ഥിമാടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അതുകൊണ്ടാണല്ലോ ഈ കച്ചവടത്തിന് ഞാൻ കൈതരാത്തത്. ഞാൻ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കുന്ന ഒരാൾ എപ്പോ വരുന്നോ അപ്പോഴേ ഈ വസ്തുവിന്റെ കച്ചവടം നടക്കൂ. സുന്ദരി ചേച്ചിയോട് ചോദിച്ചു നോക്കിയാലോ? ആ, എന്താടി വച്ചേ? ചേച്ചി, അമ്മ ആശുപത്രിയില. അത്യാവശ്യമായിട്ട് അവിടെ കുറച്ച് പണം അടക്കണം. എനിക്ക് കുറച്ച് കാശ് തരാണ്ടാവോ? ആ, നല്ല നേരത്താ നീ ചോദിച്ചത്. ചിട്ടി വീണവർക്ക് കാശ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഓടി നടക്കുക. അങ്ങനെ പറയല്ലേ ചേച്ചി. എന്റെ ചിട്ടിയിലടച്ച കാശെങ്കിലും. അത് കുറി വീണാലല്ലേ കിട്ടൂ. ഇങ്ങനെ മുട്ടുമ്പോ ചോദിക്കാനാണെങ്കിൽ പിന്നെ നിന്നെ കുറി ചേർന്നത്. നീ വെച്ചിട്ട് പോയേ വച്ചേ. ചേച്ചി, ആ വസ്തുവിന്റെ കച്ചവടം ഏകദേശം ഉറപ്പിച്ചതല്ലേ? ഹലോ, പണിക്കർ സാറേ, ഞാൻ കൃഷ്ണയാ. അന്ന് പറമ്പിന്റെ കാര്യം സംസാരിച്ച് ഒരാളെ കൊണ്ടുവന്നില്ലേ? മനസ്സിലായി. എന്താ വേണ്ടേ? ഒരു അത്യാവശ്യ കാര്യമായോണ്ടാ. എനിക്ക് തരാന്ന് പറഞ്ഞ ബ്രോക്കർ കാശ് ഇന്നെങ്ങാനും ഒന്ന് തരാൻ പറ്റുമോ? അതിന് കച്ചവടം നടന്നിട്ടില്ലല്ലോ. പിന്നെങ്ങനാ? എനിക്ക് കുറച്ച് കാശ് എനിക്ക് കടമായിട്ടെങ്കിലും. കുട്ടി ഈ കൊണ്ടുവന്ന ആൾക്ക് കച്ചവടം നടന്നാൽ തരാനുള്ള തുക ഒന്നിച്ച് ഞാൻ തരും. അതിനിടയിൽ ഒരു ചോദ്യവും വേണ്ട. സർ, അമ്മയുടെ ചികിത്സ നടക്കണം. അതിനൊരു മുടക്കം വരരുത്. അതിനുള്ള പണം കണ്ടെത്താൻ ഒരു വഴി എന്റെ മുന്നിൽ എത്തിക്കണം. സർ, സിദ്ധാരമാമിനെ പിണക്കുന്നത് ബുദ്ധിയല്ല, ചേർന്ന് നിൽക്കുന്നത് ഐശ്വര്യം ആയിരിക്കാം. അതിനേക്കാൾ ബലവും ഐശ്വര്യവും ഉള്ളവർ വേറെ ഉണ്ടെങ്കിലോ? ഇയാളെന്താ ഇവിടെ? നമസ്കാരം. ഐ എം കളരിക്കൽ നവീൻ വർമ്മ. പണിക്കരി സാറിനെ ഞാൻ വിളിച്ചിരുന്നു. സാറിനൊരു ഗിഫ്റ്റോട്ടെ ഞാൻ വന്നിരിക്കുന്നത്. KMK പണിക്കർ, അങ്ങയുടെ അച്ഛൻ.
ശകുന്തള പണിക്കർ, അങ്ങയുടെ അമ്മ. അങ്ങയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിമാടെ ഇരിക്കുന്ന ഈ മണ്ണിൽ എന്നേക്കുമായി സ്ഥാപിക്കാനായി ഞാൻ കൊണ്ടുവന്നത് ഈ പ്രതിമകൾ. മാത്രമല്ല, ഇവിടെ ഞാൻ എന്ത് സ്ഥാപനങ്ങൾ ആരംഭിച്ചാലും അത് KNK പണിക്കരുടെയും ശകുന്തള പണിക്കരുടെയും പേരിൽ തന്നെയായിരിക്കും. ദാറ്റ്സ് മൈ ഷുവർട്ടി. Then, can we move for the agreement? Again and again you are doing the same mistake. How dare you come in front of me? ഇത് രണ്ടാമത്തെ തവണയാണ് സിതാര ശ്രീനിവാസ് ഒരാളുടെ മുന്നിൽ തോൽക്കുന്നത്. ഇത്രയും കഴിവില്ലാത്തൊരു കൂട്ടം എന്റെ നിഴലിൽ ഇങ്ങനെ നടക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. ഇന്ന് തന്നെ പോവാലാർക്കും. മാഡം, ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. Then who is responsible for this? ഞാനാണോ? ആ ഭൂമി വാങ്ങിയ ആള് അതിന്റെ ഉടമസ്ഥനെ സെന്റിമെന്റൽ ആയിട്ട് കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് ഞങ്ങൾ ചിന്തിച്ചില്ല. യെസ്, നൗ യു സെഡ് ദാറ്റ്. അത്രയ്ക്ക് ഞങ്ങൾ ചിന്തിച്ചില്ല. Then എന്താ നിങ്ങളുടെ ജോലി? എനിക്ക് ബിസിനസ്സിൽ ആഡംബരമായിട്ട് കൊണ്ടു നടക്കാൻ ഒരുപാട് ആളുകളുടെ ആവശ്യമില്ല. കഴിവുള്ളവരെ എനിക്ക് ആവശ്യം. ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ്. ഇനി നിങ്ങൾ കാരണം ഒരു തോൽവി എനിക്കുണ്ടായ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി എന്നെ കാത്തിരിക്കണമെന്നൊന്നുമില്ല. ഓഫീസിൽ ഒരു സ്വീപ്പറുടെ കയ്യിൽ കൊടുത്താൽ മതി. യു ഗോട്ട് ഇറ്റ്? യെസ് മാം. സിനി, who's that? ഒരു കുറുക്കന്റെ കൗശലം കാണിച്ച് ആ പ്രോപ്പർട്ടിയിൽ കാലുറപ്പിച്ചതാരാ? മാം, അന്ന് ഗാഥ മാഡം കണ്ട സ്ഥലം വാങ്ങിച്ചില്ലേ, അതേ ആള് തന്നെ, നവീൻ ഗോപാൽ വർമ്മ. നവീൻ ഗോപാൽ വർമ്മ. സോ ദ ഗെയിം ഈസ് ഓൺ. മോള് വാ, നമുക്കൊരു ഗെയിം കളിക്കാം. മമ്മി തോറ്റല്ലേ? മമ്മി വാങ്ങാനിരുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയും പോയല്ലേ? യെസ്. ഞാൻ ആഗ്രഹിച്ച പ്രോപ്പർട്ടി അത് വാങ്ങിയവനിൽ നിന്നും തിരിച്ചെഴുതി തരുമെന്ന് മമ്മി പറഞ്ഞിരുന്നല്ലേ? എന്നിട്ടോ? സോറി മോളെ, അപ്രതീക്ഷിതമായ ഒരാൾ, നിന്റെ മമ്മിയുടെ തോൽവിക്ക് കാരണക്കാരനായ ഒരാൾ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സിതാര ശ്രീനിവാസിനെ ശരിക്കും മനസ്സിലാക്കാത്ത ഒരുത്തൻ. മമ്മിയുടെ തോൽവി എന്റെയും കൂടി തോൽവിയല്ലേ? ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്കത് കിട്ടാതെ പോയി. നീ ആഗ്രഹിച്ചതല്ല, അതിനേക്കാൾ ഒരുപാട് മുകളിലുള്ള ഒരു നേട്ടം മമ്മി നിനക്ക് നേടി തന്നിരിക്കും. മോള് മമ്മിക്ക് ഒരല്പം സമയം തന്നെ. യെസ് മാം. സിനി, അവനുണ്ടല്ലോ, നവീൻ ഗോപാൽ വർമ്മ. ഐ വോണ്ട് മീറ്റ് ഹിം. മാം, അത് എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇപ്പൊ തന്നെ ചെയ്തോളൂ. ഓക്കെ? ഓക്കെ. നവീൻ ഗോപാൽ വർമ്മ എന്നോട് മത്സരിച്ച് ജയിച്ചവന് എന്ത് സമ്മാനമോ കൊടുക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. സർ, സൈ. പണിക്കർ സാറിന്റെ കാശ് ഇന്ന് ബാങ്കിങ് അവേഴ്സിന് ശേഷം സാറിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അത് മതി. എഗ്രിമെന്റിൽ അത് വെച്ചിട്ടുണ്ടല്ലോ. ഓ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ആ ബ്രോക്കർ പെൺകുട്ടി എന്നോട് ചോദിച്ച തുക അതവൾക്ക് ഇന്ന് തന്നെ ക്യാഷായിട്ട് കൊടുക്കണം. ഐ ലൈക്ക് യു മിസ്റ്റർ പണിക്കർ. ഇത്രയും വലിയൊരു ഡീലിനിടയ്ക്ക് ആ പെൺകുട്ടിയുടെ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തല്ലോ. സാർ, പറ്റുമെങ്കിൽ സാറ് തന്നെ ഈ പണം അവൾക്ക് നേരിട്ട് കൊടുത്താൽ ഉപകാരമായിരുന്നു. ടു ലേറ്റ് മിസ്റ്റർ പണിക്കർ. നമുക്കൊരാളെ കാത്തിരിക്കാം, പക്ഷേ സമയത്തെ കാത്തിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞ പെൺകുട്ടിയെ അടുത്ത വരവിന് ഞാൻ കണ്ടോളാം. ആയിക്കോട്ടെ, ശരിയെന്ന്. ശരി സാർ. ആ വച്ചേ,
ആ വസ്തുവിന്റെ കച്ചവടം നടന്നു കേട്ടോ. നീ എന്തോ അർജന്റ് ആണെന്ന് പറഞ്ഞില്ലേ? 1,00,000 രൂപ അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വന്ന് മേടിച്ചു. ഞാൻ ഇപ്പൊ തന്നെ വരാം സർ, ഇപ്പൊ തന്നെ വരും. ശരി. മതി. ഇന്നും ഉണ്ടല്ലോടാ അമ്മയുടെ സ്പെഷ്യല്. അതല്ലേ ഞാനിങ്ങനെ കഴിക്കുന്നേ. നവീന് സുമിത്ര ഉണ്ടാക്കുന്ന സ്പെഷ്യലിന്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് പിടിക്കുന്നില്ല. പ്രത്യേകിച്ച് എരിവോ പുളിയോ ഒന്നും ഇല്ലാതെ എങ്ങനെ ഇത് കഴിക്കുന്നു? കീർത്തി എന്താ കഴിക്കാൻ വരാത്തത്? ഓ, അവള് നിരാഹാര വ്രതം എടുത്തിരിക്കുക. എന്തു പറ്റി? സങ്കടം തന്നെ. ഇന്നലത്തെ മത്സരത്തിൽ തോറ്റുപോയില്ലേ? അവള് തോറ്റതിലല്ലെന്നേ, അവള് തോറ്റ അത് നവീൻ തോൽക്കുന്നത് പോലെ അല്ലേന്ന് ചോദിച്ച് ഇനി പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ കടപ്പ. ദേ ഉദയനോട് ചോദിച്ചു നോക്ക്, എന്തൊരു പുകലായിരുന്നു. ആ, നവീന് വേണ്ടി അല്ലെങ്കിലും ചില വ്രതങ്ങളൊക്കെ അവൾ എടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളത് പുറത്ത് പറയാറില്ലെന്നേ ഉള്ളൂ. അത് അവളുടെ അവകാശമല്ലേ. നീ ചെന്ന് അവളോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറ. പട്ടിണി കിടന്നിട്ടല്ല, തോറ്റന്റെ ക്ഷീണം മാറ്റണേ. എന്റെ അമ്മേ, ഞാനില്ല. ഷോ, എന്തെങ്കിലും പറഞ്ഞാ അവള് പുലി പോലെ ചാടും. നവീൻ വിചാരിച്ചാ അവളുടെ വ്രതം അവസാനിപ്പിക്കാൻ പറ്റും. നിരാഹാരം അവസാനിപ്പിക്കാൻ നല്ലൊരു മാർഗമുണ്ട് അമ്മായി. എന്നാ മോനത് പോയിട്ട് അവളോട് പറയൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല, അമ്മായി തന്നെ ചെയ്താൽ മതി. നിർമ്മലേ, ആ? മോൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ആ, സിമ്പിളാ. നല്ല എരിവും പുളിയുള്ള കറിയുണ്ടല്ലോ, അത് കുറച്ചെടുക്കണം. കുറച്ച് ചോറും ആ. കൂടെ കുറച്ച് തൈരും നല്ല അച്ചാറും, പറ്റുവാണെങ്കിൽ നല്ല മീൻ പൊരിച്ചത് എടുക്കണം. അത് നല്ല മണമുള്ളത് വേണം. എന്നിട്ട് ഈ കള്ളനിരാഹാരം ഇരിക്കുന്നവരുടെ മുമ്പിൽ പോയിട്ട് കുഴച്ച് കൂട്ടി അങ്ങ് കഴിക്കണം. അതുകൊണ്ട് തീരാവുന്ന നിരാഹാരമൊക്കെ ഉള്ളൂ. വിവരമില്ലായ്മയും കഴിവുകേട് മറച്ചു വെക്കാനേ വ്രതം എടുക്കുന്ന ശീലമുണ്ട് ചില പെണ്ണുങ്ങൾക്ക്. എനിക്കത് കാണുന്നതും കലിയ, കേൾക്കുന്നതും കലിയ. ഈശ്വര, നവീന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. അവന് വിധിച്ചിരിക്കുന്ന പെൺകുട്ടി ആരായാലും ആ കുട്ടിക്ക് ആയുസ്സിന് ദോഷമൊന്നും ഉണ്ടാവരുത്. കാലാകാലങ്ങളായി കളരിക്കൽ കുടുംബം അനുഭവിക്കുന്ന ശാപദോഷം മാറ്റിത്തരണേ. തൊഴുതിട്ടും പ്രാർത്ഥിച്ചിട്ടും അസ്വസ്ഥത മാറുന്നില്ല അല്ലേ? ബ്രഹ്മശാപമാണ്. പൂണൂൽ പൊട്ടിച്ച് കൈ ചേർത്ത് വെച്ച ശാപം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പരമ്പരകൾ മാറിയാലും ശാപത്തിന്റെ മൂർച്ച കുറയില്ല. വിവിധ പ്രായത്തിലുള്ള സ്ത്രീകൾ മരിച്ചതിനെല്ലാം ഒരേ ഒരു കാരണം: സർപ്പദംശനം. തെറ്റിയ കാഴ്ചകളായി ഓരോ മുഖങ്ങളും കാണേണ്ടി വരുന്നു അല്ലേ? അതെ സ്വാമി, പുതിയ തലമുറയോട് ശാപത്തിന്റെ കണക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അറിയുന്നവർക്ക് ഉറങ്ങാനും ആകുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധി കൂടി ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക്? നാഗത്തറകൾ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. വിളക്ക് പോലും തെളിയിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാഗാരാധന മുടക്കുന്നത് മഹാപാപം തന്നെ. സർപ്പദംശനത്തെയാണ് പേടിക്കുന്നതെങ്കിൽ കേണപേക്ഷിക്കേണ്ടത് അവരുടെ മുന്നിൽ തന്നെയാണ്. തറവാട്ടിലെ കാവുകളും ചിത്രകൂടങ്ങളും വൃത്തിയും വെടിപ്പുമാക്കി ശാപമോക്ഷത്തിനുള്ള പൂജ ചെയ്തു നോക്കിയാൽ ഒരുപക്ഷെ ഫലമുണ്ടാകാം. പക്ഷെ അത് ചെയ്യാതെ ഫലം കാക്ഷിക്കുകയും വേണം. ചെയ്യാം, എത്രയും പെട്ടെന്ന് ചെയ്യാം. ശാപമോക്ഷ പൂജയിൽ വീഴ്ചകൾ വന്നുകൂടാ. വന്നാൽ സർവനാശമാണ്. കളരിക്കൽ നാട്ടുവംശത്തിൽ വേളി കഴിക്കാനെത്തുന്ന കന്യകമാർ സർപ്പദർശനം മൂലം മരിക്കാൻ ഇടവരട്ടെ. ഹലോ ജലജ ചേച്ചി. ആ കൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? ആ വന്നു. എപ്പോ എത്തി? ദോ കുറച്ചു മുന്നേ വന്ന് കയറിയതേ ഉള്ളൂ. അതെ, ജലജ ചേച്ചി നാളെ ഒന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. എന്താടി? കുറച്ച് കയറ് കൂടി നാളെ സംഘത്തിൽ കൊടുക്കാനുണ്ട്. പോരട്ടെ? ആ പോന്നോ. ശരി, ഞാൻ വരാം. ശരി. എന്റെ മോൾക്കൊരു ബാധ്യതയായിട്ട് ഞാൻ എന്നെ ജീവിക്കില്ല.
പൂട്ടിയിട്ടിരിക്കുന്നേ? അമ്മേ വാതിൽ തുറന്നേ. അമ്മേ അമ്മേ വാതിൽ തുറക്കമ്മേ. അമ്മേ 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 അമ്മേ. എന്താ അമ്മ കാണിക്കുന്നേ? എന്താ അമ്മയ്ക്ക് പറ്റിയേ? അമ്മ താഴെ ഇറങ്ങ. ആ വാതിൽ തുറന്നേ. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? എന്നെ രക്ഷിച്ചെടുക്കണമെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടത്? 10 ലക്ഷം അല്ലേ? ലക്ഷത്തിന്റെ വിലയൊന്നും ഈ തങ്കത്തിനില്ലടി. നീ പറഞ്ഞില്ലെങ്കിലും നേഴ്സ് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. എനിക്ക് ജീവിക്കണ്ട, നിന്നെ കടക്കാരിയാക്കിയിട്ട് എനിക്ക് ജീവിക്കണ്ട. അമ്മേ, അവരെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗം ഞാൻ കണ്ടോളാം. ഞാൻ പറയുന്ന കേക്കമ്മ. അമ്മയുടെ കൃഷ്ണമോളല്ലേ പറയുന്നത്. താഴെ ഇറങ്ങമ്മ. ഈ തീരുമാനത്തിൽ ഞാൻ തോറ്റുപോയ എന്നേക്കുമായി നീ തോറ്റുപോകും. ഞാനത് തീരുമാനിച്ചതാ. എനിക്ക് വേറെ വഴിയില്ല. അമ്മ അമ്മ ചാകാനാണ് തീരുമാനമെങ്കിൽ ചാത്തോ. പക്ഷെ അമ്മയുടെ കഴുത്തിൽ മുറുകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തീർക്കും. അമ്മയില്ലാത്തൊരു ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. എന്താ ചാവുന്നില്ലേ? ചാത്തോ അമ്മ. ഒന്നിച്ച് പോവാലോ നമുക്ക്. നോക്ക്, ജീവിതത്തിൽ തങ്കം തോറ്റുപോയെന്ന് മറ്റുള്ളവർ കളിയാക്കുന്നുണ്ടാവും. പക്ഷെ തങ്കത്തിനൊരു മോളുണ്ട്. എന്റെ അമ്മയെ പൊന്നു പോലെ നോക്കുന്ന വിശ്വാസമുള്ള ഒരു മോള്. ഇങ്ങോട്ട് നോക്കമ്മ. നമുക്ക് വേറെ ആരും വേണ്ടമ്മ. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ എനിക്ക് എന്റെ അമ്മയെ വേണം. അമ്മയുടെ അസുഖം മാറണം. ഇനി ഇങ്ങനെ ചെയ്തെന്നെ കൊല്ലാതെ കൊല്ലല്ലേ അമ്മ. എന്നെ ചാകാനും വിടില്ലല്ലേ? വിടില്ല, ഒരിക്കലും വിടില്ല. ഇനി ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ കേട്ടോ. അമ്മയോട് ക്ഷമിക്കണേ മോളെ. സർ, സീതാരാമാമിന്റെ മാനേജർ വന്നിട്ടുണ്ട്. എന്തിന്? സാറിനെ ഒന്ന് നേരിട്ട് കാണണമെന്ന്. എന്റെ പൊന്നു സാറേ, എന്റെ കണക്കൂട്ടലനുസരിച്ച് ഇതൊരു കോംപ്രമൈസ് സ്റ്റോക്കാ. അവരാഗ്രഹിച്ച 2 പ്രോപ്പർട്ടിയും നമ്മൾ മേടിച്ചല്ലോ. ഒന്നുകിൽ അത് തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇനി മുതൽ നമ്മൾ പരസ്പരം കൂട്ടിമുട്ടരുതെന്ന് അപേക്ഷിക്കാം. ദേ, സാറ് വിട്ടുവീഴ്ച ചെയ്യരുത്, വഴങ്ങി കൊടുക്കരുത്. താൻ അവരെ വിളിക്കും മാണിക്കുഞ്ഞ്. ആവശ്യം എന്താണെന്ന് അറിയാതെ ഊഹാപോഹങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. വെൽക്കം വെൽക്കം മിസ് സിനി. എന്റെ പേര് സിതാരാമേമൻ അറിയുമ്പോ അവരുടെ നിഴലിനെ കൂടി പരിചയം ഉണ്ടാവണല്ലോ.
കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ദെൻ പറയൂ. സിത്താര മാമിന് മിസ്റ്റർ നവീനെ ഒന്ന് കാണണം. അങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ആര്? നവീൻ സാറോ? നവീൻ സാർ അങ്ങനെ ആരെ അങ്ങോട്ട് പോയി കാണാറില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ സിത്താര മാമിനോട് ഇങ്ങോട്ട് വന്ന് സാറിനെ കാണാൻ പറഞ്ഞു. ഏയ്, എന്താ മാണിക്കുഞ്ഞത്? സിത്താര മാമിന്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ട് വന്നൊരു കാര്യമല്ലേ? ഐ ഡോണ്ട് വാണ്ട് ടു ഡിനൈ ദാറ്റ്. കാണാൻ എനിക്ക് സമ്മതമാണെന്ന് പറയും. താങ്ക് യു. വി വിൽ മീറ്റ് അഗൈൻ മിസ് എനി. താങ്ക് യു സർ.